കോട്ടായി ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമായി. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 3000-ഓളം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടന്നത്. ആധുനികമായ ക്ലാസ് മുറികൾ, ഹൈടെക് ക്ലാസ് മുറികൾ, അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ലൈബ്രറി, ലബോറട്ടറി, ഈ സൗകര്യങ്ങളെല്ലാം ഇതിലൂടെ ഒരുക്കാനായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായിട്ടുള്ള ഈ വലിയ മാറ്റം പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ പ്രവഹിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ജനന നിരക്ക് കേരളത്തിൽ ഓരോ വർഷവും കുറയുമ്പോഴും കഴിഞ്ഞ 6 വർഷം കൊണ്ട് 1.5 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിൽ എത്തിയെന്നത് പൊതുവിദ്യാഭ്യാസം കൈവരിച്ച മുന്നേറ്റത്തിന്റെയും അതിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞ വിശ്വാസ്യതയുടെയും ഉദാഹരണമാണ്. അത് അളവിൽ മാത്രമല്ല ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. 1.5 ലക്ഷം കുട്ടികൾ വർദ്ധിച്ചതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഗുണമേന്മയിലും ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഔദ്യോഗിക പരിപാടിയുടെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് MP നിർവഹിച്ചു. ഈ സ്കൂൾ സർക്കാർ രേഖകളിലില്ല, ഇത് പ്രൈവറ്റ് സ്ഥലത്താണ്, ഇത് സർക്കാർ സ്കൂൾ അല്ല എന്നുള്ള രീതിയിലാണ് സർക്കാർ സംവിധാനത്തിൽ കാണുന്നത്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഗവൺമെന്റ് LP സ്കൂൾ കോട്ടായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് രേഖ പരിശോധിക്കാൻ. അന്നത്തെ ഭരണസമിതിയിൽ ഞാൻ പഞ്ചായത്തിലേക്ക് കത്ത് കൊടുത്തു. എവിടെ നോക്കുന്ന സമയത്തും ഇതൊരു സർക്കാർ സ്കൂളാണെന്ന് പറയുന്ന രേഖ തരാൻ എല്ലാ സർക്കാർ ഘടകങ്ങളും മടിച്ചു നിന്നു. അവസാനം അന്നത്തെ കലക്ടറിനെ ചെന്ന് കണ്ടു. കലക്ടറെ, എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, പേര് എല്ലാ സമയവും ഗവൺമെന്റ് സ്കൂളാണ്, നിങ്ങളുടെ രേഖകളിലുണ്ട്, പഞ്ചായത്തിന്റെ രേഖകളിൽ ആ സ്ഥലമേ ഇല്ല, അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. അത് ഞങ്ങളുടെ സ്വത്താണ്, അവിടെ ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് സർക്കാർ അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്നത് ഞങ്ങൾക്ക് തുക തരുന്നു എന്ന് പറഞ്ഞ വലിയ വിഷമം. ഞാനാണെങ്കിൽ എന്റെ തുക കൊടുത്തിട്ട് ഈ സ്കൂൾ സർക്കാർ സ്കൂളാണെന്ന് പറഞ്ഞിട്ട് ഒരു തുക കൊടുത്തിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു വിഷമം. അന്നൊരു തീരുമാനമെടുത്തു. കയറിയിറങ്ങിയ സർക്കാർ ഓഫീസുകൾ, ആ കളക്ടറോട് ഇന്നും വലിയ നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ്. PP സുമോദ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, പ്രധാനാധ്യാപിക P രമണി, അനിത, കുഞ്ഞുലക്ഷ്മി, വിനീത എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ 2020-21 ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി ചിലവിൽ 5 സ്മാർട്ട് ക്ലാസ് മുറികളോടെയുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 8 ലക്ഷം രൂപ വകയിരുത്തിയാണ് ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിൽ സംസ്ഥാന സർക്കാർ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്കുകൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.